തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ വിഭജന ആവശ്യം മുന്നോട്ട് വെച്ച സമസ്ത ഇന്ന് നടക്കുന്ന സമസ്ത ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതും പ്രധാനമാണ്. മലപ്പുറം ജില്ലാ വിഭജനത്തെ BJP പൂർണ്ണമായും എതിർക്കുന്നു. സമസ്ത സമ്മേളനം പ്രമേയത്തിലൂടെ ആണ് ജില്ലാ വിഭജന ആവശ്യം മുന്നോട്ട് വെച്ചത്. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളിയും പരിഗണിച്ച് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണ്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും ജില്ലകളുടെ പുനർനിർണയം അത്യന്താപേക്ഷിതമാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും അത്തരം പ്രശ്നങ്ങളുണ്ട്. 39 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പരിധിയിൽ 38 ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാട്ടിനെ കേരളത്തിന് മാതൃകയാക്കാവുന്നതാണ്. പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും പിന്നാക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്യും. ആയതിനാൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്ന് സമസ്ത 100ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെടുന്നു. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് ചർച്ചയ്ക്കിടയാക്കുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്കിടയാക്കി തുടങ്ങിയ ഒരാവശ്യമാണ് സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിൽ അവർ രാഷ്ട്രീയ പാർട്ടികളോട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് ആ വേദി പങ്കിടുന്നത്. കൃത്യമായും ഈ വിഷയത്തിൽ അവർക്ക് അഭിപ്രായം പറയേണ്ടി വരും. തീർച്ചയായും രഞ്ജിത്തെ, ഈ സമസ്തയുടെ 100ാം വാർഷികാഘോഷത്തിന് ഇന്ന് പരിസമാപ്തിയാകുമ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ചർച്ച തുറന്നുവിട്ടുകൊണ്ടാണ് കുണിയയിൽ ഈ സമ്മേളനം സമാപിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ 3 മുഖ്യമന്ത്രിമാരാണ് ഇന്ന് പങ്കെടുക്കുന്നത്. പിണറായി വിജയന് പുറമെ കർണാടക മുഖ്യമന്ത്രി, അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ സമ്മേളന വേദിയിൽ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, VD സതീശൻ കൂടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ ഇന്നുണ്ട് എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പ്രമേയങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ ഉയർന്നു വരികയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായ വലിയ ചർച്ചയ്ക്കിടയാക്കുന്ന ഒരു പ്രമേയം ഇതുതന്നെയാണ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നൊരു പ്രമേയം ഉമർ ഫൈസി മുഖമാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. അതുതന്നെയാണ് വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഒരുപാട് നേരത്തെയൊക്കെ ഉയർന്നു വന്ന ഒരു ചർച്ചയാണ്, പക്ഷേ അത് ഇപ്പോൾ തിരികൊളുത്തിയെന്ന് വേണം പറയാൻ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ VD സതീശനും എന്ത് നിലപാട് വ്യക്തമാക്കുന്നു അത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ സമസ്ത പറയുന്നത് 45 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഈ പ്രദേശം മലപ്പുറം, അവിടെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്താൻ ജില്ലയുടെ വിഭജനം അനിവാര്യമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം പാലക്കാടും അതുപോലെ തന്നെ എറണാകുളവും ഇടുക്കിയും സമാന പ്രശ്നമുണ്ടെന്നും സമസ്തയുടെ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ സമസ്ത തുറന്നുവിട്ടിരിക്കുന്നത്. ഏതായാലും 4 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന സമസ്തയുടെ ഈ 100ാം വാർഷികാഘോഷം വലിയ തോതിൽ ആളുകൾ എത്തിയ ഒരു സ്ഥലമായി. നമുക്കറിയാം, ഒരു ഗ്രാമപ്രദേശമാണ് ഈ കുണിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30ക്കാണ് ഇതിന്റെ സമാപന സമ്മേളനം. ശുഭ്രവസ്ത്രധാരികളായ 10 ലക്ഷത്തോളം പേർ ഈ ഒരു സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. അങ്ങനെ വലിയ പാൽക്കടലായി മാറും ഇന്ന് കുണിയ. എന്തായാലും നിരവധി പ്രമുഖർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ശ്രദ്ധേയമായ പ്രമേയങ്ങൾ, 20ഓളം പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ ഇത്തരത്തിൽ അവതരിപ്പിച്ചത്. അതിൽ പലതരത്തിലുള്ള പ്രമേയങ്ങളുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള പ്രമേയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ ഈ മലപ്പുറം ജില്ല വലിയ ചർച്ചയ്ക്കിടയാക്കുന്ന, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ BJP വലിയ തോതിൽ എതിർപ്പുമായി രംഗത്ത് വന്ന ആ ഒരു കാര്യത്തിൽ സമസ്ത കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ അവർ തുറന്നുവിട്ടിരിക്കുന്ന ഈ ഒരു പ്രമേയം അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറും. ഇന്ന് മറ്റ് പ്രമുഖരൊക്കെ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MA യൂസഫ് അലിക്ക് സമസ്തയുടെ അവാർഡുണ്ട്. ആ അവാർഡ് ദാനവും ഈ ചടങ്ങിൽ നടക്കും. വലിയ തോതിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 33,000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സമ്മേളനത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. രഞ്ജിത്ത്.
മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന സമസ്തയുടെ ആവശ്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടി വരും. മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.